ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പഴനിമലയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോളനെ മൊട്ടടിക്കാനായിട്ട് പോവാണ്. എൻ്റെ ചേച്ചിയുടെ മോളെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ അവൾക്ക് 1 വയസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവൾക്ക് മൊട്ടടിക്കാനായിട്ട് പഴനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഒരു കുതിരവണ്ടിയിലാണ് ഞങ്ങൾ പഴനിയുടെ ആ ഭാഗത്ത് ഇവിടുന്ന് റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ 3 കാളവണ്ടിയിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. 13 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 3 കാളവണ്ടിയിലായിട്ട് ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഭാഗത്തുകൂടെ ഷോർട്ട് കട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂം എത്തും. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴനിമലൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങളൊരു റൂം സെറ്റായിട്ടുണ്ട്. അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇവിടെ 2 റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം അവിടുത്തെ ലോഡ്ജിൽ 2 ബെഡോട് കൂടിയിട്ടുള്ളൊരു വലിയൊരു റൂമും പിന്നെ ഒരു ചെറിയൊരു ഒറ്റ ബെഡായിട്ടുള്ളൊരു റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ പിള്ളേർക്ക് ബെഡൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവരവിടെ നിന്ന് കളിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെൻ്റെ അച്ചാച്ചനാണ് കേട്ടോ. അപ്പോൾ ഇത്ര പേരുണ്ടായിരുന്നു. അതെൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ സുജിത മോള് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് 4-5 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടേക്ക് താഴത്തേക്ക് എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി ഞങ്ങൾ അതിനൊക്കെ ഒന്ന് നടന്ന് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നടത്താമെന്നൊക്കെ വിചാരിച്ചു. കാരണം പിറ്റേ ദിവസമാകുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രി തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു ഗോലി സോഡ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയും വലിയമ്മയും കൂടിയിട്ട് ഗോലി സോഡ ഒരെണ്ണത്തിൽ 2 പേര് വെച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നല്ല ഓഫറും കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ബൊമ്മക്കുട്ടികൾക്കൊക്കെ അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 100 രൂപ കേട്ടോ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടാണ്. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങളെല്ലാവരും എണിട്ട് റെഡി ആവുകയാണ് ഞങ്ങൾക്ക് പഴനിമല കയറാനായിട്ട്. അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴനിമല കയറാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാണാനൊന്നും കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മെല്ലെ മെല്ലെ ഞങ്ങൾ പഴനിമലയുടെ ആ ഭാഗത്തായിട്ട് എത്തി. പക്ഷെ മുകളിലേക്ക് നമുക്ക് ഫോൺ കടത്തി വിടില്ല കേട്ടോ. ചിലവരൊക്കെ ഫോൺ കൊണ്ടുപോകണതൊക്കെ കണ്ടു. എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. ഞങ്ങൾക്ക് ഫോൺ കടത്താനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കൗണ്ടറിൽ ഞങ്ങൾ ഫോൺ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കുട്ടികളെ മൊട്ടടിച്ചിട്ട് ഞങ്ങൾ പഴനിമല കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പഴനിമലയിൽ എത്തിയിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പഴനിയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുട്ടികളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ചെറുത് നല്ല ഉറങ്ങുമായിരുന്നു. പിന്നെ ഉണ്ണീന് ചെക്കന് ഞങ്ങൾ മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് ഞങ്ങൾ റെയിൽവേയിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് 6 മണിക്കാണ് ട്രെയിനുള്ളത്. ഞങ്ങൾ ഒറ്റപ്പാലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകണം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചത് പോസിബിൾ ആയിട്ടുള്ളതല്ല. കാരണം അമ്മമ്മയ്ക്ക് അച്ഛനൊക്കെ വയസ്സായതായതുകൊണ്ട് അവർ ബസ്സിൽ പോകാനായിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ 6 മണി വരെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയേ 12 മണിയൊക്കെ എത്തിയേ. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ 6 മണിയാകുമ്പോൾ പോയി. പിള്ളേരൊക്കെ അവിടെ നല്ല കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വ്ളോഗുകളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് പിന്നെ വീട്ടിലെത്തണമെന്തോ ഒരു 10-12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.